അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 7 സെന്റ് സ്ഥലത്ത് 900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാറ് പോകുന്ന ആ ഭാഗം ടാറിട്ട റോഡാണ്. റോഡിൽ നിന്നും ഇത്രയും ഭാഗം മാത്രമേ നമ്മളെ വീട്ടിലേക്കുള്ളൂ. വണ്ടിയെല്ലാം വരും. 7 സെന്റ് സ്ഥലമുണ്ട്. തൊട്ട് ചാരി ഇവിടെ കൃഷിയിടാണ്. അതായത് കപ്പ, വാഴ, കവുങ്ങ് അങ്ങനെയുള്ള, അതായത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയാണ്. ചുരുക്കി പറഞ്ഞാൽ കാർഷിക ഏരിയയാണ്. മുകളിലായിട്ട് സൈഡിലൊക്കെ ആയിട്ട് നിറയെ അയൽവാസികളുണ്ട്, വീടുകളുണ്ട്. ഇതിൽ 7 സെന്റ് ഉണ്ട്. നിലവിൽ ഈ വീട് 2 ഭാഗം, സൈഡ് ഭാഗം തേക്കാനുണ്ട്. ഫ്രണ്ടൊക്കെ തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അടിഭാഗം നിലവിൽ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗം, തേച്ച ഭാഗം വൈറ്റ് സിമെൻ്റ് ഒന്നും അടിച്ചിട്ടില്ല, പെയിൻറ്റിങ് അടിച്ചിട്ടില്ല. സാമ്പത്തികപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത്. മെയിൻ ഡോറ് എല്ലാം ജനൽ പൊളികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫ്ലോറിങ് അടിഭാഗത്ത് ഇപ്പം നിലവിൽ ഷീറ്റായിട്ടുള്ളത്. കുറച്ചും കൂടെ പൈസ ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒരു ഫ്ലോർ ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ്. വലിയ പഴക്കല്ലാത്ത വീടാണ്. അതായത് ഈ ഒരു വീട് ഒരു സെൻട്രിങ് വർക്കുകാരൻ്റെ വീടാണ്. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കെല്ലാം എടുക്കുന്ന ഒരാളുടെ വീടാണ്. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% ഓക്കെയാണ്. ഇത് മെയിൻ ഡോറാണിത്. തേക്കാണ്, ഒറിജിനൽ തേക്ക്. നല്ല തേക്കിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പോളിഷ് ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ മണിച്ചിത്രത്താഴ രീതിയിലുള്ള ഇതെല്ലാം വെച്ചിട്ട് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉഷാറാവും. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹാളാണ്. നമുക്ക് സിറ്റ് ഔട്ട് നേരെ കയറി വരുന്നത്. ഇത് ഒറ്റ കോട്ട്, ഉൾഭാഗം ഒരു കോട്ട് മാത്രം വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് ഉൾഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ആ ബ്രഷിൻ്റെ പാടുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ വെള്ളത്തിൻ്റെ ലീക്കോ പൂലുകളോ ഒന്നുമല്ല. ആ ഒരു ബ്രഷിൻ്റെ പാടുകൾ ഒറ്റ കോട്ട് അടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരു കോട്ടും കൂടെ വൈറ്റ് സിമെൻ്റ് അടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കളർഫുൾ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായി. ഉൾഭാഗത്ത് നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ബാത്റൂം ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവരൊരു പൂജാ റൂമായിട്ടാണ് ഇവരോട് ചെറിയൊരു പോർഷനായിട്ട് ഇങ്ങനെ തള്ളി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട് ഈ ഒരു വീട്ടിൽ. അത്യാവശ്യം 10x10 സൈസിൽ വരുന്ന 2 ബെഡ്റൂമുകൾ. ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 ബെഡ്റൂമുകൾ. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഇതിന് റാക്ക് ഉണ്ട്. മുകൾ ഭാഗത്ത് റാക്ക്, അതുപോലെ തന്നെ കോൺക്രീറ്റിന് നല്ല അലമാരൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പൊളികൾ, വാർഡ്രോപ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. വലിയ ഭാഗമൊക്കെയാണ്. ചുമരിന് ഇവിടെ ഒരു സ്ക്രാച്ചോ വിള്ളലോ ഒന്നുമില്ല. കളർഫുൾ ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അടിഭാഗം ഫ്ലോർ ടൈലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ വീട്. ചെറിയ വിലക്കാട്ടോ, വെറും ചെറിയ വിലക്കാണ് നമ്മൾ ഈ വീട്. വെറും 13 ലക്ഷം രൂപ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമും ഒരേ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമിലും മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്, അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ഫുള്ള് വയറിംഗ് വർക്കുകൾ തീർന്നിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കും തീർന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്താണ് ബാത്റൂം ഉള്ളത്. ഒരു കോമൺ ബാത്റൂമാണുള്ളത്. ഇനി കാണുന്ന ഇതാണ് കിച്ചൺ. കിച്ചൺ സ്ലാബിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലംബിംഗ് അവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഷോക്കേസ് അലമാരൊക്കെ ഉണ്ട്. മുകൾ ഭാഗത്ത് എൽ ഷേപ്പിലെ വലിയ റാക്ക്, അതിൻ്റെ ഉള്ളിലായിട്ട് വിറകൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സ്റ്റോറേജ് ഏരിയ. നിലവിൽ താമസയോഗ്യമാണ്. എല്ലാ ഭാഗവും ഒക്കെയാണ്. എല്ലാ ഭാഗവും ജനൽപ്പൊളികളും വാതിൽപ്പൊളികളൊക്കെ വെച്ചിട്ടുണ്ട്. വയറിങ് എടുത്തിട്ടുണ്ട്. പ്ലംബിങ് എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾക്ക് ചൊറുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ, വീട് ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് മാത്രമേ ഉള്ളൂ. പുറത്തൊരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് വീടുകളുണ്ട്. സൈഡിൽ പിൻഭാഗത്തൊക്കെ ആയിട്ട് നിറയെ വീടുകളുണ്ട്. ഇതാ അവിടെ ഒരു വീടുണ്ട്, സൈഡിൽ വീടുണ്ട്. 7 സെന്റ് സ്ഥലം, 900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീട്. തെങ്ങ്, പ്ലാവ് അങ്ങനെ എല്ലാം ഉണ്ട്. 7 സെന്റ് സ്ഥലത്ത് 900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു ടെറസ് ഇട്ട വീട്.
വെറും 13 ലക്ഷം രൂപയാണ് കേട്ടോ. ഇതിനവർ ചോദിക്കുന്നത് 13 ലക്ഷം രൂപ. അപ്പം ഇതൊരു സെൻട്രിങ്ങാറിൻ്റെ ഒരു വീടാണ്. വീട്ടിൻ്റെ സെൻട്രിങ് വർക്കൊക്കെ എടുക്കുന്ന ഒരാളുടെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീട് ഇയാൾ തന്നെ ഇയാളുടെ വീടിൻ്റെ വർക്കുകൾ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഓക്കെയാണ്. ഇതിന് കാണാൻ കുറച്ചൊരു ഭംഗിക്കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല. പ്ലാസ്റ്ററിങ് തേപ്പ് വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ വയറിങ് പ്ലംബിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ കുറച്ചും കൂടെ പൈസ ഇറക്കിയിട്ട് ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്ക്, ഫ്ലോറിൽ ടൈൽ ഒട്ടിക്കണം. അതുപോലെ തന്നെ എല്ലാ ഭാഗം ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ്. 2 ബെഡ്റൂമുണ്ട്, ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ ഉള്ളിൽ ബാത്റൂമൊക്കെ ഉള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട്. വെറും 13 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് പാണ്ടിക്കാടിലേക്ക് പോകുന്ന റോഡ്, മഞ്ചേരി ടു പാണ്ടിക്കാട് റൂട്ടിൽ കുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് താമരശ്ശേരി, അരീക്കോട് മുക്കം താമരശ്ശേരിയിൽ കേട്ടോ. മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ വരുന്ന താമരശ്ശേരിയാണ്. ഈ താമരശ്ശേരി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 1/4 കിലോമീറ്റർ, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് വരുന്നത്. ശാന്തി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 13 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ബാർഗൈനിങ് ഉള്ളൂ. വലിയ വില നെഗോഷ്യബിളാണ് എന്ന് വിചാരിച്ച് വലിയ വിലയിൽ കമ്മി പ്രതീക്ഷിക്കരുത്. കാരണം അവർ നെറ്റ് 13 ലക്ഷം കിട്ടണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റങ്ങളുണ്ടാവും, ചെറിയ നീക്കുപോക്കുകളുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വീട് ലോണ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ലോണിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എനിക്കറിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഏതൊരു വീട് നമ്മൾ പോസ്റ്റ് ചെയ്താലും ഇതിന് ലോണ് കിട്ടുമോ, എങ്ങനെയാണ് ലോണ് കിട്ടുക, ആർക്കൊക്കെയാണ് ഈ ലോണ് കിട്ടുക എന്നുള്ള ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. കാരണം ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ചയിൽ തന്നെ ലോൺ എങ്ങനെ കിട്ടും, ആർക്കൊക്കെ കിട്ടും, ഏതൊക്കെ ബാങ്കിൽ നിന്നാണ് കിട്ടുക. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നാണ് നമ്മൾക്ക് പർച്ചേസ് ലോണാണ് ഇത് കിട്ടേണ്ടത്. വീട് വാങ്ങുമ്പോൾ പർച്ചേസ് ലോണാണ് നമ്മൾക്കിത് വാങ്ങേണ്ടത്. സാധാരണ ലോണ് കിട്ടും, പക്ഷെ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് സാധാരണ ലോണ് കിട്ടുള്ളൂ. പർച്ചേസ് ലോൺ ആകുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾക്ക് ലോണ് കിട്ടും. അത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ലോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. അപ്പം നമ്മൾക്ക് ലോണിനായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അതിന് മാത്രമായിട്ട് നമ്മൾക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീട് 7 സെൻറ്റ് സ്ഥലം 900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടും 13 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ വെറും 13 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ചെറിയ വിലയുടെ വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തില്ല. അപ്പോൾ അതാണ് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ എന്ന് പറയുന്നതിന് ഉദ്ദേശം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തത്സമയം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.